ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ ഞാനാണ് കേട്ടോ ചായയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതാ രാവിലത്തേക്ക് ഇന്ന് പൊറാട്ടയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ രാത്രി പൊറാട്ട ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുള്ളത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുട്ടുകുറ്റിയിൽ വെള്ളം വെച്ചിട്ട് അതിലങ്ങനെ ആവി കൊള്ളിച്ചിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കാറുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്കിന്ന് സ്കൂളിൽ പോകാനുണ്ട് കേട്ടോ. അനുവിൻ്റെ സ്കൂളിൽ ഇന്ന് വിദ്യാരംഭം സെറിമണിയാണ്. അപ്പോൾ എല്ലാ കുട്ടികളെയും കൊണ്ട് ഒരു 9:30 മണിയാകുമ്പോഴത്തേന് അവിടെ പ്രോഗ്രാമിന് എത്താൻ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോവുകയും ചെയ്യണം. അപ്പോൾ അതാ നേരത്തെ തന്നെ ഇന്ന് കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇപ്പം നല്ല മഴയാണല്ലോ അല്ലേ. ഒരുപാട് സ്ഥലത്ത് പല പല അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്കിലൊക്കെ ഇതാ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വലിയ തോതിലില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ആയിട്ട് ബാക്ക് വശത്ത് പല സൈഡിലായിട്ട് ഇങ്ങനെ ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ മഴയൊക്കെ നന്നായിട്ട് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഭാഗമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നല്ലോണം ഇടിഞ്ഞ് ചാടും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ചായക്ക് ഉള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് പാൽ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ്ങിൽ കുടിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് കുറച്ച് അധികം പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തണുപ്പത്ത് നല്ലൊരു ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള നല്ല കടുപ്പത്തിലുള്ള ഒരു സ്ട്രോങ് ടീ ഒക്കെ കുടിക്കുമ്പോൾ ഒരു വേറെ ഫീലാണല്ലോ. അങ്ങനെ ഇപ്പോൾ ഇതാ അതിവിടെ റെഡിയാക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു കയ്യിൽ അതിലിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തിളച്ച് പുറത്ത് പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൊടി അതിലിടുമ്പോൾ ഒന്ന് അതിൽ കിടന്ന് തിളക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കയ്യിൽ അതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു നല്ലൊരു ടിപ്പാണ് ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അല്ല ചായ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ പൊറാട്ടയാണ് കേട്ടോ ഒന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ. അത് ഞാൻ പുട്ടുകുറ്റിയിൽ ആവി കൊള്ളിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പൊറാട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതിനേക്കാളും സോഫ്റ്റ് ആവും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ ചായയിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ അധികം പഞ്ചസാര ഇഷ്ടമില്ല കേട്ടോ. ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഇങ്ങനെ പാൽ ചായ ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കാറുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മളിതാ ഈ തിരുമ്പണ വശത്തൊക്കെ ആയിട്ട് ആ ഒരു മതിലിൽ നിന്നും കുറച്ചൊക്കെ ഇങ്ങോട്ടേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടി അപകടങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊന്നും പോവാതെ നിൽക്കുക. മഴ പോയാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് അവസരങ്ങൾ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ മഴയാണെന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപകടം വരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടം വരും ചെയ്യും. നമ്മുടെ കാര്യങ്ങളും ഇതായിപ്പോൾ നമ്മളെ ഇല്ലാത്ത ഒരു അവസ്ഥയിലാവും. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. മഴയായാലും കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പിന്നീട് നമുക്ക് ഒരുപാട് സമയം കിട്ടും. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞ് ചാടിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇപ്പം എല്ലാ ഭാഗത്തും മഴയാണല്ലോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അകത്ത് കയറിയ സമയമായപ്പോഴത്തേന് നല്ല പെരും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അകത്ത് കയറിയിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മളെ ചായ ഉണ്ടല്ലോ അതൊക്കെ ചായയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പൊറാട്ടയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മക്കളെ ഉണർത്തിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാനും അവരെ റെഡിയാക്കാനും വേണ്ടിയിട്ട്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്നതിനെക്കാട്ടി സോഫ്റ്റ് ആവും നമ്മളിങ്ങനെ ആവി കൊള്ളിച്ചാൽ. അപ്പൊ നല്ല സോഫ്റ്റ് പൊറാട്ടി നല്ല ചൂടുള്ള ചായ കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ ഞാനിത് അവരെ വിളിക്കലും അവരെ റെഡിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് അവര് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അനുവിന് ഈ ഒരു യൂണിഫോം ആണ് കേട്ടോ അവർ ഇടാൻ പറഞ്ഞിട്ടുള്ളത്. ബുധനാഴ്ച ദിവസങ്ങളിൽ അവർക്ക് ഇടുന്ന യൂണിഫോമാണ് അവന് ഇന്നിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു യൂണിഫോമിലാണെന്ന് എല്ലാ കുട്ടികളെയും അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഒരു സ്വെറ്ററൊക്കെ മേത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അവളിപ്പോൾ മഴയായതുകൊണ്ട് നല്ല തണുപ്പാണെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. പോയ സമയത്ത് ഇത് കൂട്ടിലങ്ങാടിപ്പുഴ ആണ് കേട്ടോ. കൂട്ടിലങ്ങാടി
അപ്പൊ ആ പുഴയിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അതിലൊന്നും അടിയിലായിരുന്നു കേട്ടോ വെള്ളം. പല ഭാഗത്തും എന്താ നമുക്ക് നിലം തന്നെ കാണാൻ പറ്റുന്ന, പുഴന്റെ അടി തന്നെ കാണാൻ പറ്റുന്ന കേട്ടോ. പിന്നെ റെഡ് അലേർട്ട് ആണല്ലോ ഒന്ന്, അതുകൊണ്ട് തന്നെ അങ്ങനെ തോനെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോണ സമയത്ത് നല്ല മഴയാണല്ലോ, അതുകൊണ്ട് റെഡ് അലേർട്ട്. ഇന്നിപ്പോ റെഡ് അലേർട്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് തങ്ങൾ ഇന്ന് ഹജ്ജിന് പോവാണ് കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്നില് ഇന്ന് തന്നെ പോകുന്നത്. നാളെ പോയാലെന്തോ അവിടേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസംഗത്തില്. അപ്പൊ അതാണ് കേട്ടോ റെഡ് അലേർട്ട് ആയിട്ടും ഇന്ന് തന്നെ. പിന്നെ നമുക്ക് തങ്ങളൊരു ഈ ഒരു പരിപാടിക്ക് തങ്ങളല്ലേ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് കുട്ടികൾക്കും അതൊരു ബർക്കത്താണല്ലോ. അങ്ങനെ നമ്മൾ പോരുന്ന വഴിയിൽ ചില സമയത്ത് മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല മഴ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഹാളുള്ളത്. അപ്പോൾ അവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫംഗ്ഷൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ചെറിയ കുട്ടികൾ, ആ ഒരു കുട്ടികളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം, പിന്നെ നൗഫൽ സാറും പിന്നെ അവിടുത്തെ ഓരോ സാറുമാരും ഇങ്ങനെ ഓരോ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുട്ടികളെ ടീച്ചിങ്ങിന്റെയും പാരന്റിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ ചെറിയൊരു ബോധവൽക്കരണം പോലെ നമുക്ക് നല്ലൊരു ക്ലാസ് അവിടെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഹജ്ജിന് പോകുന്നത് കൊണ്ട് വീട്ടിലേക്ക് എല്ലാവരോടും പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോഴേക്കും ഇവരൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ അപ്പോത്തിന് ആകെ ബോറിങ് ആയിട്ടുണ്ട്. അപ്പോത്തിന് വീട്ടിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയമൊക്കെ ആയപ്പോത്തിന് ഓലും തന്നെ ആകെ ക്ഷീണിച്ച് ഓൽക്കും മടുപ്പായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായി. പിന്നെ അവിടുന്ന് പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദുആ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഓരോ ക്ലാസ്സിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഓരോ ഉസ്താദുമാരെ അടുത്ത് നമ്മൾ അവരെ ആദ്യാക്ഷരം കുറിക്കാനും വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പം അങ്ങനെ ഇനി അനുമോനും സ്കൂളിലേക്കായിട്ടോ. കുഴപ്പമൊന്നുമില്ല, ആളിപ്പോൾ നല്ല ആക്റ്റീവാണ് സ്കൂളിലേക്ക് പോവാന്. അപ്പം ഇനിയും തുടർന്നും ഈ ഒരു ആക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നാട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ അവിടുന്ന് ഉസ്താദ് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓനും തന്നെ നല്ല ഇഷ്ടമായിക്കണം മുട്ടായി ഒക്കെ കൊടുത്തപ്പോൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ മഴക്കാലത്ത് മക്കളൊക്കെ വെള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ ചാടാനൊക്കെ പോവാൻ റെഡിയായി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെയൊന്നും പോവാതെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തുക, നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.